സഞ്ജുവിനെ വിളിക്കാൻ വരട്ടെ. ശരിക്കും പറഞ്ഞാൽ ഗംഭീർ ഇപ്പോൾ പറയുന്ന ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ തന്നെ കാണണം. അതുപോലെ മുൻ കോച്ച് കൂടി ചില കാര്യങ്ങൾ ഇപ്പോൾ വെളിപ്പെടുത്തുന്നുണ്ട്. സഞ്ജുവിനെ നമ്മൾ വിളിച്ചാൽ നമുക്ക് എന്തൊക്കെ നഷ്ടപ്പെടും, അല്ലെങ്കിൽ സഞ്ജുവിനെ വിളിക്കാതിരുന്നാൽ നമുക്ക് എന്തൊക്കെ നേട്ടമുണ്ടാകും? ഇതാണ് പലരും ചർച്ച ചെയ്യുന്നൊരു പ്രധാന വിഷയം. ഇംഗ്ലണ്ടിനെതിരെ വ്യാഴാഴ്ച ഡു ഓർ ഡൈ മാച്ചിന് ടീം ഇന്ത്യ കച്ചുമുറക്കവേ മലയാളി സൂപ്പർ താരം സഞ്ജു സാംസണിനെ കളിപ്പിക്കണമെന്ന ആവശ്യവും ശക്തമാണ്. കഴിഞ്ഞ 2 മത്സരങ്ങളിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവസരമില്ലാതെ ബെഞ്ചിലിരുന്ന അദ്ദേഹം ടീമിലേക്ക് മടങ്ങിയെത്തിയേക്കുമെന്നുള്ള സൂചനകൾ തന്നെ ലഭിക്കുകയും ചെയ്യുന്നു. എന്നാൽ സഞ്ജുവിനെ ടീമിലേക്ക് കൊണ്ടുവരാൻ സമയമായിട്ടില്ലെന്ന വളരെ വിചിത്രമായ അഭിപ്രായ പ്രകടനം നടത്തിയിരിക്കുകയാണ് മുൻ അസിസ്റ്റന്റ് കോച്ചും മലയാളിയുമൊക്കെയായിട്ടുള്ള അഭിഷേക് നായർ. ഇതിന്റെ കാരണം അദ്ദേഹം വിശദീകരിക്കുന്നത് വളരെയധികം പ്രേക്ഷകർക്ക് അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമായി മാറുന്നുണ്ടോ എന്നതുകൂടിയാണ് എല്ലാവരും ചർച്ച ചെയ്യുന്ന ഒരു വിഷയം. കൃത്യമായി തന്നെയുള്ള നേട്ടങ്ങളും അതുപോലെ തന്നെയുള്ള കാര്യങ്ങളും ഇതിൽ വെളിപ്പെടുത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നോട്ടിംഗ്ഹാമിൽ നടന്ന 3ാം T20യിൽ 125 റൺസിനാണ് ഇന്ത്യയെ ഇംഗ്ലണ്ട് മുക്കിയത്. 202 റൺസിന്റെ വലിയ ലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ വെറും 76-ന് ഓൾ ഔട്ട് ആവുകയായിരുന്നു. ഇക്കളിയിലെ പരാജയത്തിനു ശേഷം ഇന്ത്യൻ സംഘം ടീം ഹോട്ടലിൽ നിന്ന് മടങ്ങിപ്പോകവേ വി വാണ്ട് സഞ്ജു, വി വാണ്ട് സഞ്ജു എന്ന ആരാധകർ മുദ്രാവാക്യം ഉയർത്തിയിരുന്നു എന്നാണ് കേൾക്കുന്നത്. ഇന്ത്യൻ ബാറ്റിംഗ് നിര ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ നാണക്കേടിലേക്ക് കഴിഞ്ഞ ദിവസം കൂപ്പുകുത്തുകയെങ്കിലും പരിഭ്രാന്തി വേണ്ടെന്ന് സഞ്ജു സാംസണിനെ കളിപ്പിക്കേണ്ടെന്നുമാണ് അഭിഷേക് നായരുടെ അഭിപ്രായം. സ്റ്റാർ സ്പോർട്സിനോട് സംസാരിക്കവെയായിരുന്നു അദ്ദേഹം ഇക്കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞത്. ഇംഗ്ലണ്ടുമായി ആദ്യം കളിച്ച 2 മത്സരങ്ങളിലും ആദ്യം ബാറ്റ് ചെയ്ത ശേഷം 190 റൺസ് ടീം നേടിയിരുന്നു. പക്ഷേ റൺ ചേസിൽ അവർ ശരിക്കും പതറി. 3ാം T20യെക്കുറിച്ചാണ് പറയുന്നത്. കാരണം സാഹചര്യങ്ങളെ വിലയിരുത്തുകയോ ശരിയായ താളം കണ്ടെത്തുകയോ ചെയ്തിരുന്നില്ല എന്നതാണ് ഇതിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയവും ഇതിലെ തന്നെ പ്രധാന കാര്യമായി തന്നെ ഇവർ അരങ്ങേറ്റുന്നതും. പാനിക് ബട്ടൺ അമർത്താൻ ഇനിയും സമയമായിട്ടില്ല. അതിനായി ടീമിൽ മാറ്റം വരുത്തരുത്. ഇനി സഞ്ജു സാംസൺ ടീമിലേക്ക് വരികയാണെങ്കിൽ അദ്ദേഹം വിജയിച്ച പൊസിഷൻ, അതായത് ഓപ്പണിംഗ് പൊസിഷനിൽ തന്നെ നൽകേണ്ടി വരും, അഭിഷേക് വ്യക്തമാക്കി. കഴിഞ്ഞ ICC T20 ലോകകപ്പിൽ പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് സഞ്ജുവിനെ ഇപ്പോൾ ഇന്ത്യ മാറ്റി നിർത്തുന്നതിനെതിരെ വലിയ വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. 3 ഇന്നിംഗ്സുകളിൽ കാര്യമായി തിളങ്ങാൻ കഴിയാത്തത് കാരണമാണ് അദ്ദേഹം ടീമിൽ നിന്നും പുറത്താക്കപ്പെട്ടത്. ആദ്യം അയർലൻഡിനെതിരെ നിരാശപ്പെടുത്തിയ സഞ്ജു പിന്നാലെ ഇംഗ്ലണ്ടുമായുള്ള ആദ്യ T20യിലും നിന്നും നിറമങ്ങി പോവുകയായിരുന്നു. ഇത്തരം കാഴ്ചകളെല്ലാം തന്നെ മനസ്സിലിരുത്തിക്കൊണ്ട് നമുക്ക് സഞ്ജു ഇല്ലാത്തത് കൊണ്ടാണ് ടീം ജയിക്കാത്തതെന്നും നാണം കെട്ടതെന്നും പറയാനും സാധിക്കില്ല. അല്ലെങ്കിൽ സഞ്ജു ഉള്ളത് കൊണ്ടൊരു പ്രത്യേകിച്ച് ഉപയോഗമില്ല എന്നതുൾപ്പെടെ നമുക്ക് പറയാനും സാധിക്കില്ല.